കുറഞ്ഞ ചിലവിൽ ചെസ് പരിശീലനം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ചെസ് പാരഡൈസ് അക്കാദമി കുട്ടികൾക്കായി കുറഞ്ഞ എൻട്രി ഫീസോടെ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കായംകുളം വേലഞ്ചിറ പുതിയവിള UPSൽ നടത്തിയ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സുനിൽകുമാർ നിർവഹിച്ചു. കുറഞ്ഞ ചിലവിൽ ചെസ് പരിശീലനം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ചെസ് പാരഡൈസ് അക്കാദമി കുട്ടികൾക്കായി കുറഞ്ഞ എൻട്രി ഫീസോടെ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കായംകുളം വേലഞ്ചിറ പുതിയവിള UPSൽ നടത്തിയ ചെസ് മാമാങ്കം ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുനിൽകുമാർ നിർവഹിച്ചു. ഒരു ചെറിയ നീക്കത്തിന് വേണ്ടി അല്ലാതെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ എന്താണ് മണിക്കൂറുകളോളം ഒരു കരുനീക്കത്തിന് വേണ്ടി കാത്തിരിക്കും. ആ കാത്തിരിപ്പും ഏകാഗ്രതയും മനസ്സിന്റെ കോൺസെൻട്രേഷനുമാണ് ഒരു മനുഷ്യന്റെ വിജയം. അത് നിങ്ങൾ എല്ലാവരും ചാമ്പ്യന്മാരായില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാകും. നല്ല പൗരന്മാരായി മാറാൻ, നല്ല വ്യക്തിയായി മാറാൻ, നല്ല ഐക്യമുള്ളവരായി മാറാൻ, മിടുക്കരായ മാത്തമാറ്റീഷ്യന്മാരായും മിടുക്കരായ എഞ്ചിനീയർമാരായും ഡോക്ടർമാരായും നല്ല വിദ്യാർത്ഥികളായി മാറുവാൻ നിങ്ങൾക്ക് ചെസ് സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് പഠിക്കാൻ കഴിയാതെ പോയതിൽ വലിയ ദുഃഖം ഇപ്പോൾ ഉണ്ട്. നിങ്ങളെല്ലാവരും നല്ല ചെസ് ചാമ്പ്യന്മാരായി മാറട്ടെ എന്നും നല്ല പൗരന്മാരായി മാറട്ടെ എന്നും ജീവിതത്തിനും ഇതേപോലെ കരുനീക്കങ്ങൾ, നമ്മുടെ ജീവിതത്തിനും ഇതേപോലെ വിജയം ഉണ്ടാകുന്നതിന് ആസൂത്രിതമായ കരുനീക്കങ്ങൾ നടത്തുവാൻ ഈ കൊച്ചു കുട്ടികൾക്ക്, ഈ പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട്. കോവിഡ് കാലമൊക്കെ ഓർമ്മയുണ്ടോ? കോവിഡ് സമയം കുഞ്ഞായിരിക്കും അല്ലേ? കുറച്ചു പേർക്കൊക്കെ ഉണ്ടാവും അല്ലേ? ആ സമയത്ത് അച്ഛൻ വീട്ടില് ജോലിക്കൊന്നും പോവാതെ ഇരുന്ന സമയത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ഈ മക്കളെ തന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൂടുകയും ഇപ്പതാ ഇവിടെ വരെ എത്തി. പക്ഷെ ആ അച്ഛൻ ഒരു കാര്യം കൂടി ചെയ്തു. തന്റെ 2 മക്കളിലൂടെ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാതെ എന്നെ അദ്ദേഹം വിളിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ കൊണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞത്, എന്റെ മകൾക്ക് 2 പേർക്കും ഞാനായിട്ട് പറഞ്ഞു കൊടുത്തു, പിന്നെ അത്യാവശ്യം അക്കാഡമിയിലൊക്കെ വിട്ടു, നല്ല ചെലവാണ് അതിന്. പക്ഷെ അതിന് പോലും അത് എവിടെ പോകണം, എങ്ങനെയാണ് അതിന്റെ മുന്നോട്ടുള്ളതെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ കേരളത്തിൽ എല്ലായിടും ഉണ്ട്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ സമ്മാനദാനം നിർവഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ സുനിൽ കൊപ്പാറേത്ത് സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. ടൂർണമെന്റ് ഡയറക്ടറായ ചെസ് പാരഡൈസ് അക്കാദമിയുടെ ജ്യോതിഷ് കുമാർ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർമാരായ R. രശ്മി, രാഹുൽ കവിരാജ്, മുൻ HM സുരേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 120ഓളം കുട്ടികൾ പങ്കെടുത്ത ചെസ് മാമാങ്കത്തിലെ അണ്ടർ 15 കാറ്റഗറിയിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള കാളിദാസ് സുജിത് ചാമ്പ്യനായി. 2ാം സ്ഥാനം ആലപ്പുഴയിൽ നിന്നുള്ള അക്ഷയ് കൃഷ്ണയും 3ാം സ്ഥാനം ആലപ്പുഴയിൽ നിന്നുള്ള ചെസ് പാരഡൈസ് അക്കാദമിയുടെ ആരുഷ് ഡിയും കരസ്ഥമാക്കി. അണ്ടർ 9 കാറ്റഗറിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള ചെസ് പാരഡൈസ് അക്കാദമി സ്റ്റുഡൻസ് അദ്വിക് J ചാമ്പ്യനായി. 2ാം സ്ഥാനം പത്തനംതിട്ടയിൽ നിന്നുള്ള കാശിനാഥ് സുജിത്തും 3ാം സ്ഥാനം ത്രിദേവ് S കരസ്ഥമാക്കി. ആദ്യ 5 സ്ഥാനക്കാർക്ക് ട്രോഫിയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡലും നൽകി. കൊല്ലത്ത് നിന്നുള്ള ചീഫ് ആർബിറ്റർ മുഹമ്മദ് ഷാജി S ഡെപ്യൂട്ടി ചീഫ് ആർബിറ്റർ ജിമ്മി ജോസഫും മറ്റ് സഹ ആർബിറ്റർമാരും ചേർന്ന് ചെസ് കളി നിയന്ത്രിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.